വരൂ പ്രേം. ചിലപ്പോ കൂടെ കോളേജിൽ പഠിച്ച വല്ല പെണ്ണുമായിരിക്കും. എന്റെ പ്രേം, പ്രേം നിങ്ങൾ വന്നുവല്ലോ. ഐ എം സോ ഹാപ്പി. വരൂ, അകത്തേക്ക് വരൂ, വരൂ. അമ്മേ, എന്റെ പ്രേം വന്നു. ഇരിക്കൂ. മോള് പോയി കാപ്പി കൊണ്ടുവരും. കാപ്പി ഉണ്ടേ. ആ പോയത് എന്റെ മകളാണ്. അവളെ നിങ്ങൾ നേരത്തെ അറിയുമോ? ഇല്ല. അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല പെൺകുട്ടി. അവൾക്ക് ഭ്രാന്താണ്. നോ നോ നോ, അധികം താമസിക്കണ്ട. സ്വപ്നയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണോ ശാർമയുടെ കല്യാണം നടത്താൻ. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? എല്ലാം ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ഇഷ്ടം പോലെ. അമ്മേ, എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ നേരമായി. മോള് പൊയ്ക്കോ, കാറെടുത്തോ. ഞാൻ കാറിൽ പോകുന്നില്ല. ഐ നോ, പ്രേമന്റെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിലിരുന്ന് പോകാനല്ലേ. അയ്യോ, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. അമ്മേ, ഈ പ്രേമിനോട് പറയൂ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ. നീ തന്നെ പറ. പ്രേം പ്ലീസ്. സാരമില്ല പ്രേം, നാണിക്കണ്ട, പൊയ്ക്കോ. ആ, കയറൂ. ഓക്കെ. ബൈ. സ്വപ്നെ, നീ എന്റെ സ്വന്തമായി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. പ്രേം, ഉടനെ വരില്ലേ? ഉടനെ വരും. Hello, Swapna. How are you? Fine, thank you. Oh, sit down. മേഡം, സ്വപ്നയ്ക്ക് നെക്സ്റ്റ് വീക്ക് മാരേജ് ആണ്. My hearty wishes, Swapna. Thank you, madam. പ്രേം is very handsome, madam. Really, you are a lucky girl. ആ സ്വപ്ന? No. Mrs. Swapna Prem. മാഡം, ഒരു ടെലിഫോൺ. ഞാനിപ്പോ വരാം. ഹലോ, യെസ്, വിമൻ സിസ്റ്റർ. അതെ അതെ, ഉണ്ട്. എന്ത്? സ്വപ്ന, വരൂ. എന്താ മാഡം? നത്തിങ്, വരൂ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ആക്സിഡന്റ് കണ്ടപ്പോൾ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മെന്റൽ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഡോക്ടർ ചെറിയാൻ ഒരു നല്ല സൈക്കാട്രിസ്റ്റാണ്. ഈ അഡ്രസ്സിൽ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യൂ. അല്ലേ? സ്വപ്ന അറിഞ്ഞു. ഇന്നലെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് നടന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മനുഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പാവം, അയാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കെ സ്വപ്ന ഈ മനുഷ്യനെ അറിയൂ? എന്ത് പറ്റു ഡോക്ടർ? നത്തിങ്. കുറച്ചു നേരം ഉറങ്ങട്ടെ. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ രോഗം മാറിയേക്കുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനെ ശ്രമിച്ചു നോക്കി. ഒരു ഭ്രാന്തിയെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറായില്ല. അവസാനം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ ഞാൻ തേടിപ്പിടിച്ചു. കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗസ്ഥനാകാൻ എന്നെ കിട്ടില്ല. നീ എപ്പടി പേശറേ? നിനക്കെന്താ പറയാനുള്ളത്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണ്. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി വേണം. അവൻ ചൊല്ലതും കറക്റ്റ് തന്നെ. അതിനെന്താ മോനെ, നീ അന്യനല്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്, അല്ലേ ചേട്ടാ? ഒന്നു മാത്രമില്ല, എനിക്കൊരു ജോലി. ജോലി ചെയ്തേ തീരുന്ന നിർബന്ധമാണെങ്കിൽ നീ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരാ. എന്ത് ജോലി എന്ന് കൃത്യമായി പറയണം. Good morning. Morning. Mr. Rajasekaran, new appointment, purchasing manager. Hello. Hello. I am Janardhan, assistant manager. Oh, Miss Rani. ഞങ്ങളുടെ നമ്മുടെ സ്ഥലം മിസ് മേരി ക്ലാർക്ക്. അപ്പോ രാജശേഖരൻ, നമുക്ക് ബാക്കിലേക്ക് സ്വിച്ച് കാണാം. വരൂ.